ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാർ ഇന്ന് വന്നിട്ടുള്ളത് എന്താ അറിയോ, 9ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാമിന് നമ്മൾ ഈസി ആയിട്ട് മാർക്ക് നേടാവുന്ന ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം, എക്സാമിനൊക്കെ പഠിക്കുന്ന ചില ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ ചില ട്രിക്കുകൾ ഉപയോഗിച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യും, അവർ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കും. അപ്പം നമുക്കറിയാം, എക്സാമുകൾക്ക് സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് അറിയുന്നതാണ്, പ്രധാനമായിട്ടും ചേരുംപടി ചേർക്കുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുന്ന കുറെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് നേടാം. മിനിമം ഒരു 8 മാർക്കിനൊക്കെ ഇത്തരത്തിലേക്കുള്ള ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളിലേക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മക്കളെ, ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓതേഴ്സ്, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ്, പ്രധാനപ്പെട്ട ആളുകൾ, രചയിതാക്കളുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു ഭാഗത്ത് നോക്കിയോളൂ, കൽഹണ രാജതരംഗിണി, കബീർ ദോഹ, സൂർദാസ് സൂർസാഗർ, തുളസീദാസ് രാമചരിത മാനസ്, അതുപോലെ തന്നെ മീരാഭായി ഭജൻസ്, അതുപോലെ തന്നെ മാലിക് മുഹമ്മദ് ജെയ്സി പത്മാവതി. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കൃതികളാണ്. അതുപോലെ തന്നെ ആളുകളെയും നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ ഇത് എന്ത് ചെയ്യാം, ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാം. മക്കളെല്ലാവരും ശ്രദ്ധിച്ചോളേ. ആദ്യത്തെ ആരാണ്? പ്രധാനമായിട്ടും ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കൽഹണയല്ലേ. കൽഹണന്റെ രാജതരംഗിണി പ്രത്യേകിച്ച് കോഡൊന്നുമില്ല. എന്നാൽ നോക്കിക്കോളി, കബീറാണ്. കബീറിന്റെ അത് സിമ്പിൾ ആയിട്ട് മക്കളെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യാൻ പഠിക്കാം. കബീറിന്റെ എത്രയും ഓർത്തിച്ചാൽ മതി. കബീർ എവിടെ പോയി എന്ന് വെച്ചാൽ മതി, കബീർ ദോഹയ്ക്ക് പോയി എന്ന് ഓർത്താൽ മതി. അങ്ങനെയാകുമ്പോൾ കബീർ ദോഹ നമുക്ക് സുഖമായിട്ട് കിട്ടും. അതുപോലെ സൂർദാസ് നിങ്ങൾ നോക്കിയതാ, സൂർദാസ് സൂർസാഗർ. ആ പേരിൽ തന്നെ സാമ്യത ഉണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് അത് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കിയോളെ, തുളസീദാസിൽ തുളസി എടുക്കുക. അതുപോലെ ഇവിടെ രാമൻ എടുക്കുക. ഇപ്പൊ രാമൻ ഒരു ദൈവമാണെങ്കിൽ രാമന് തുളസിമാല കൊടുക്കുമെന്ന് എന്ത് ചെയ്യുക, ആലോചിച്ച് വെച്ചോളൂ. രാമൻ ഒരു തുളസിമാല ഇടുമെന്ന് ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. അങ്ങനെ തുളസീദാസ് രാമചരിത മാനസം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി മീരാഭായി അല്ലേ, മീരാഭായി നിങ്ങൾ നോക്കിയോളൂ. ഞാൻ മീര എടുത്തു, പിന്നെ പ്ലസ് ബായി ആണ്, മീര പ്ലസ് ബായി അല്ലേ. അപ്പൊ മീര കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഏതാണ്? ബി ആണ്. ഇത് അവിടെ നോക്കി, ഭജൻസ് ആണ്. ബി കണ്ടോ, ഭജൻസ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും, മീരാഭായ്. ബിയിൽ തന്നെ ഉണ്ട് ഏതാണ്? ഭജനാണ്. ഈ പറയുന്ന ഭജൻസ് ആണ് ഇന്ന് ഓർത്താക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിയേ, അപ്പോൾ അതും കിട്ടി. പിന്നെ ഉള്ളത് മാലിക് മുഹമ്മദ് ജെയ്സി, അതുപോലെ പത്മാവതിയാണ്. നമുക്കതിൽ മാലിക് മുഹമ്മദിൽ മാലിക് എടുക്കുക, മാലിക്. അതുപോലെ തന്നെ ഇത് പത്മാവതിയിൽ പത്മാവത് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഈ മാലിക്കും പത്മാവതും നമ്മുടെ കേരളത്തിലുള്ള സിനിമയായിരുന്നു. കേരളത്തിൽ ഈ ഫഹദ് ഫാസിലിൻ്റെ സിനിമയാണ് മാലിക്. അതേപോലെ തന്നെ പത്മാവത് എന്ന് പറഞ്ഞാൽ ഹിന്ദി സിനിമ എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ രണ്ടും സിനിമാ പേരുകളാണ്, ഇതൊക്കെ മാലിക്കും പത്മാവതും. അപ്പം മാലിക് മുഹമ്മദ് ജെയ്സിയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് ഇത് പത്മാവതി എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. മക്കളെ നിങ്ങൾ നോക്ക്, 6 എണ്ണം തന്നതിൽ 5 എണ്ണം നമുക്ക് സിമ്പിൾ ആയിട്ട് കോഡ് വെക്കാൻ പറ്റും അല്ലേ. കബീറിന്റെ പറ്റും, സൂർദാസ് പറ്റും, തുളസീദാസ് പറ്റും, മീരാബായി പറ്റും, അതുപോലെ മാലിക് മുഹമ്മദ് ജെയ്സിയും പറ്റും. ഈ 5 എണ്ണം കിട്ടി. 6ാമത്തത് എന്തായാലും കുറപ്പല്ലേ, മറ്റത് എന്തായിരിക്കും? ഈ പറയുന്നത് അവസാനത്തത് സെയിം ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഓർത്ത് വെക്കാവുന്നതാണ്. ഇതൊന്നും തെറ്റിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്, നെയിം ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ദ ഫ്ലോ ഓഫ് എ റിവർ. നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏവ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വാട്ടർ ആണ്. ഈ പറയുന്ന ജലത്തിന്റെ അളവാണ് ഇത് ഒന്നാമത്തെ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ അളവാണ്. ഇതൊക്കെ ഓർത്ത് വെച്ചോളണം കേട്ടോ. രണ്ടാമത്തത് റോക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ്? ശിലാഘടനയാണ് ഇത്. രണ്ടാമത്തത് റോക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ശിലാഘടന. അടുത്തത് സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ ആണ്, അല്ലെങ്കിൽ പ്രദേശത്തിന്റെ ചരിവാണ് ഇത്. നെക്സ്റ്റ് മൂന്നാമത്തത് പ്രദേശത്തിന്റെ ചരിവാണ് മക്കളെ ഏത്? മൂന്നാമത്തത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് എമൗണ്ട് ഓഫ് സെഡിമെന്റ് അല്ലെങ്കിൽ അവസാദങ്ങളുടെ അളവാണ് ഇത്. ഈ പറയുന്ന ലാസ്റ്റ് അവസാദങ്ങളുടെ അളവാണ് ഇത് മക്കളെ. അവസാദങ്ങളുടെ അളവാണ് ഇത് ലാസ്റ്റ്. അപ്പൊ ഇങ്ങനെ 4 പോയിന്റുകളുണ്ട്. അത് നിർബന്ധമായും പഠിച്ചു വെച്ചോളണം, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കളെ നോക്കിക്കോളൂ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്തത് നിങ്ങൾക്ക് കാണാം, കോർപ്പസ് ജൂരിയസ് സിവിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിന്റെ പ്രധാനപ്പെട്ട 3 ബുക്കുകൾ ഉണ്ടായിരുന്നു. ആ ബുക്കുകളുടെ പേരാണ് ഓൾറെഡി അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഡൈജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദ ഡൈജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 നമുക്ക് നോക്കണം. അതിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് ദ കോഡാണ്. അതിന്റെ ഉത്തരം എന്താണ്? ദ കോഡാണ്. യെസ്, ഒന്നാമത്തത് ദ കോഡ്. യെസ്, എല്ലാവരും ശ്രദ്ധിക്കുക, ദ കോഡാണ് ഇത്. ഒന്ന് ദ കോഡാണ് ഒന്ന്. അപ്പോൾ ദ കോഡായിരിക്കും. ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ബി മീൻസ് എന്താണ്? ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ബി മീൻസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ബി മീൻസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു ഏതാണ്? ദ കോഡാണ്. കോഡ് കേട്ടോ. ഒന്നാമത്തത് കോഡാണ്. രണ്ടാമത്തത് എന്താണ്? ഈ പറയുന്ന ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് പഠിച്ചു.
ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അത് ഓർത്ത് വെച്ചോളൂ. സിമ്പിളായിട്ട് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളാണ്. ഈ മൗലിക അവകാശങ്ങൾ 6 ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. 6 മൗലിക അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. മക്കളെ മിനിമം ഒരു 4 തന്നെയെങ്കിലും പഠിച്ചു വെച്ചോളണം. എല്ലാം പഠിക്കണം, ശരിക്കും 6 നിങ്ങൾ പഠിച്ചിരിക്കണം. പക്ഷേ ഇതെല്ലാം മക്കളെ പഠിച്ചിരിക്കണം. കാരണം ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 6 പേര് പഠിച്ചു വെച്ചോളൂ. 6 ഏതാണെന്ന് പഠിച്ചു വെച്ചോളാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ നോക്കാം ഏതൊക്കെയാണ് ഈ 6 എന്ന് നോക്കാം. മക്കൾ നോക്കിയോളൂ. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്. ഒന്നാമത്തത് ഈ പറയുന്ന സമത്വത്തിനുള്ള അവകാശമാണ്, അല്ലെങ്കിൽ റൈറ്റ് ടു ഇക്വാലിറ്റി. ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വാലിറ്റി പഠിച്ചു. അതുപോലെ റൈറ്റ് ടു ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതുപോലെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നെക്സ്റ്റ് വൺ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. നെക്സ്റ്റ് വൺ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്, അല്ലെങ്കിൽ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. മക്കളെ നിർബന്ധമായും ഈ 6 പഠിച്ചിരിക്കണം. ഞാൻ ഈ പറയുന്നത് ഈ 6 എന്തായാലും നിങ്ങൾ ഇതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏത് അറിയോ, നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം കേട്ടോ. സമത്വത്തിനുള്ള അവകാശത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എക്സാമിന് ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ഈ രീതിയിലേക്ക് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. അങ്ങനെയെങ്കിൽ മക്കളെ നോക്കിക്കോളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം, പ്രധാനപ്പെട്ട നാടുകളെ കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് എന്താ, സ്വരൂപം കാണാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നാഡൂസ് കാണാം. അതുപോലെ ഈ ഭാഗത്ത് എന്ത് ചെയ്യാം, സ്വരൂപം കാണാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണേണ്ടത് അവിടെ കൊടുത്തിട്ടുണ്ട് കോലത്തുനാടാണ്. കോലത്തുനാട് ഏത് സ്വരൂപത്തിന് കീഴിലായിരുന്നു? ഈ പറയുന്ന കോലാ സ്വരൂപമാണ് അവിടെ വരിക. കോലത്തുനാട് കോലാ സ്വരൂപം. അങ്ങനെയാണെങ്കിൽ ഏറനാടിൻ്റെത് ഏതാണ് നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ പെരുമ്പടപ്പ് സ്വരൂപമുണ്ട്. പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ നാട് ഏതാണ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം എയും ബിയും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പം നമുക്കറിയാം ഒന്നാമത്തത് ഏറനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്വരൂപമായിരുന്നു? നെടിയിരുപ്പ് സ്വരൂപമായിരുന്നു കേട്ടോ. ഓർത്ത് വെച്ചോളെ, ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം കേട്ടോ. ഏറനാട് എന്ന് പറഞ്ഞാൽ നെടിയിരുപ്പ് സ്വരൂപമാണ് കേട്ടോ. ഏറനാട് എന്ന് പറഞ്ഞാൽ നെടിയിരുപ്പ് സ്വരൂപമാണ് ഇത് ഏറനാട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്ക്, പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടത് കൊച്ചിയാണ് കേട്ടോ. കൊച്ചിയാണ് പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെത് വരിക. നാട് ഏതാ വരിക? കൊച്ചിയാണ്. അത് ഓർത്ത് വെച്ചോളാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് വേർഡ് വീലാണ്. പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാം അവിടെ ഏറ്റവും സെൻട്രൽ നിങ്ങൾക്ക് കാണാം സോഷ്യൽ പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങളാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓൾറെഡി അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു 3 നമ്മൾ എന്ത് ചെയ്യണം, എക്സാമ്പിൾ നമ്മൾ എഴുതേണ്ടതുണ്ട്. ഒരു 3 എക്സാമ്പിൾ നമ്മൾ എഴുതണം. അതിലിപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോളി, അൺഎംപ്ലോയ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മക്കളെ എന്താണ്? തൊഴിലില്ലായ്മയാണ് കേട്ടോ. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയാണ്. ഇത് ഒന്നാമത്തത് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ. അതുപോലെ തന്നെ മക്കളെ എഴുതി വെച്ചോളൂ, ക്രൈംസ് എഴുതി വെച്ചോളൂ. ക്രൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റകൃത്യങ്ങളാണ്. പ്രധാനപ്പെട്ട ക്രൈംസ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ വേറൊന്നും നമുക്ക് എഴുതി വെക്കാം. എന്താണ് ഈ പറയുന്ന സൈബർ ക്രൈംസ് അല്ലേ? സൈബർ ക്രൈംസ് എഴുതി വെക്കാം. വേറെ ഒന്നും എഴുതി വെക്കാം, സൈബർ ക്രൈംസ് അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾ എഴുതി വെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ് നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് ഉള്ളത്. അപ്പം മക്കളെ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചു വെച്ചോളാം. കാരണം ഈസി ആയിട്ട് മാർക്ക് നേടാവുന്ന ചോദ്യങ്ങളാണ്. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് നേടാവുന്ന ചോദ്യങ്ങളാണ്. അപ്പം നിർബന്ധമായിട്ട് ഇതൊക്കെ പഠിക്കണം, എന്നിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. സോ എല്ലാ ആൾക്കാരും നന്നായിട്ട് എക്സാം എഴുതുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. കൂടാതെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അവർ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ കാണുന്നത് ജിതിൻ സാറെയാണ്, നിങ്ങൾ കേൾക്കുന്നത് ജിതിൻ സാറെയാണ്. ഓൾ ദി ബെസ്റ്റ്, ബൈ.